സാർ പറയുമ്പോൾ എനിക്കാണ് ഫയർ തോന്നുന്നത്. ശരിയാണ് സാർ പറഞ്ഞാൽ, എനിക്കൊരു 16ാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിംഗ് ആണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു. നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേനെ. പക്ഷെ ഇത്രയും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ച സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല. കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത്. അല്ല, ഞാൻ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ലല്ലോ. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വെറുതെ പുള്ളിക്ക് ഓൾ ഇന്ത്യ കറങ്ങുന്നതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഇത്. ഇപ്പം തന്നെ 3-4 തവണ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് പോകണ്ടെന്ന് പറയുന്നത് നമ്മളെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ പോകണ്ടെന്ന് പറയുമായിരുന്നോ? പക്ഷെ എന്നെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. എന്നോട് പറയുന്ന അത് റിസ്ക് ഉണ്ട് പല സ്ഥലങ്ങളും. കാരണം ഇവര് വളരെ കർദുങ്കാല ഇവിടെ ജീവിക്കുമ്പോൾ ഉള്ള റിസ്ക് ഓർത്തിട്ടാണ് പുള്ളി ഓൾ ഇന്ത്യ യാത്രയ്ക്ക് പോകുന്നത് തന്നെ. അപ്പൊ പിന്നെ ഈ കൂടെ വീണ്ടും റിസ്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ഇനി ഒരിക്കലും പോകില്ല എന്ന് ഉറപ്പിച്ചൊരു സ്ഥലം? ഒരു സ്ഥലമില്ല അങ്ങനെ. എനിവേർ ഇസ് ഫൈൻ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ 2ാം തവണയല്ലേ വരുന്നത്. ഈ പരിപാടിയുടെ ഏക ഗുണം എന്താ അറിയോ? പൊതുവേ കേൾക്കാത്ത ഒരു പുകഴ്ത്തിൽ കുറെ നേരം എനിക്ക് കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സാറേ, എനിക്കൊരു വട്ടപ്പേരുണ്ട്. പുകഴ്ത്തിൽ അല്ല, തള്ളിസ്റ്റ് എന്നാണ് എന്നെ. ആണല്ലേ? കാരണം അതെനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ഹസ്ബൻഡ് ശരിക്കും പരിപാടി അധികം ഷൂട്ടിനൊക്കെ വരാത്ത, പക്ഷെ ഇന്ന് സാർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ആൾ അത്ര ആരാധനയുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ ഭാര്യയിലുള്ള സംശയം കൊണ്ടാവാം, പലതും ആകാമല്ലോ. ഈ കൂടെ ഇങ്ങനെ സ്ഥിരം പോകുന്നതാണോ നമുക്കറിയില്ലല്ലോ. സാറിനോട് ഈ പറഞ്ഞില്ലേ, ഭയങ്കര രസമായിട്ട് സാർ എന്നോട് ഉത്തരം പറയും. സാർ പ്ലാൻ ഒക്കെയാണോ രസം? രസമൊക്കെ കിടക്കുന്നേ ഉള്ളൂ. നല്ല ചോദ്യം വരട്ടെ. യാത്ര പോകുമ്പോൾ പറയാം ടാൻ ആവും. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം ആണ് സാർ, ടാൻ ആവുന്നത് ഞങ്ങൾക്ക് പേടിയാണ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും. കാരണം യാത്ര പോകുമ്പോൾ നമുക്ക് രാവിലെ ഇറങ്ങി നടന്നേ പറ്റുള്ളൂ സാർ. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി എന്താ സൺസ്ക്രീനൊക്കെ തേച്ച് ഒരുപാട് കൺസേൺഡ് ആണ്. അപ്പം സാർ ഇത്രയും യാത്ര പോയിട്ട് ശരിക്കും ഈ ഷൂട്ടിന് ഇൻഡോറിൽ വന്നിരിക്കുമ്പോൾ നിനക്കൊക്കെ ചെയ്യുന്നത് യാത്ര തുടങ്ങി കഴിയുമ്പോൾ അവർ തനി മലയാളിയായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ സാർ ഈ തനി മലയാളി എന്ന് പറയുന്നത്? തനി മലയാളി എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാൽ എവിടെ കള്ളുകുപ്പി കിട്ടും. ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും തരിക? ഇപ്പൊ എൻ്റെ അടുത്താണെങ്കിലും എന്നെ പോലെയുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും. നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കല്യാണം കഴിക്കേണ്ടതേ ഞാൻ പറയുള്ളൂ. കഴിക്കണ്ടോ സാർ? അതെന്താണ് സാർ അങ്ങനെ? അതെന്താ സാർ അങ്ങനെ? അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ പൂർണ്ണമായും വിശ്വാസമാണ്. ഞാൻ എന്ത് ചെയ്താലും ഇന്നേ വരെ നോ എന്നോ അതെന്തിനാ അങ്ങനെയെന്നോ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇതേവരെ എനിക്കതൊരു അത്ഭുതമാണ്. ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ അന്ധമായിട്ടൊരാൾ വിശ്വസിക്കുന്നത്. ആകപ്പാടെ വല്ലപ്പോഴും സംശയം തോന്നുന്നത് ഞാൻ ദീർഘയാത്രയ്ക്കൊക്കെ പോയിട്ട് വരുമ്പം ആ സഞ്ചാരത്തിൻ്റെ വീഡിയോ നോക്കും. എന്നിട്ട് അതിനകത്ത് വല്ല പെൺപിള്ളേർ എൻ്റെ പുറകെ പോരുന്നുണ്ടോ. അപ്പോൾ ഞാൻ ധൈര്യപൂർവ്വം ഇവളോട് പറയും, നീ സഞ്ചാരം കാണുന്നല്ലേ, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ ഞാനിത് എഡിറ്റ് ചെയ്തിട്ടായി ടെലികാസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. സാറ് പറയുന്ന പോലെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇതിന്റെ പേരിൽ സാറിന് എന്തെല്ലാം രീതിയിൽ വിമർശിക്കാവുന്നവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും സാറിന്. പക്ഷെ ഇതൊന്നും എഫക്ട് ചെയ്യുന്നില്ല, നമുക്കറിയാം. വളരെ രൂക്ഷമായിട്ട് സാറിന് തോന്നി, എന്ത് ബേസ്ലെസ് ആണെന്ന് സാറിന് അങ്ങനെ തോന്നിയ ഒരു വിമർശനം ഏതായിരിക്കും? ഇപ്പൊ ഈ ചില ആളുകൾ, ചില നല്ല സുഹൃത്തുക്കളുണ്ടല്ലോ നമ്മുടെ പ്രേക്ഷകരില്, അവരെന്ന് വെച്ചാൽ ഇത്തരം സാധനങ്ങൾ ചിലപ്പോൾ എനിക്ക് ഫോർവേഡ് ചെയ്യും. ഇയാളൊന്നും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അവരുടെ ഉദ്ദേശിച്ച് നമുക്കറിയാമല്ലോ. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തോ ഒരു നെഗറ്റീവ് സാധനത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നിയാൽ അപ്പം അവിടെ ഞാൻ അങ്ങ് നിർത്തും. ഞാൻ കാണില്ല. എന്തിനാ ഞാൻ കാണേണ്ട കാര്യം? ഞാൻ മുമ്പേ പറഞ്ഞ സാധനം, നിങ്ങൾക്ക് ഒരു പൊതിക്കെട്ട് സെപ്റ്റിക് ടാങ്കിലെ മെറ്റീരിയലാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ അത് തുറക്കേണ്ട കാര്യമുണ്ടോ? അവിടെ അങ്ങ് കളഞ്ഞേക്കുക.
ലോകം മുഴുവൻ ചുറ്റുന്ന ഒരാളാണ് സാർ എന്ന് പറഞ്ഞു. അപ്പം പല സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിലൊക്കെ സഞ്ചരിക്കാറുണ്ട്. ഒറ്റയ്ക്കാണ് പലപ്പോഴും സഞ്ചാരം. സന്തോഷ് സാറിന്റെ ബാഗിൽ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന 3 കാര്യങ്ങൾ: ക്യാമറ, അതിൻ്റെ ചാർജർ, പാസ്പോർട്ട്. അല്ല സാർ, സേഫ്റ്റിക്ക് വേണ്ടി എന്തെങ്കിലും ക്യാരി ചെയ്യാറുണ്ടോ സാർ? എന്തെങ്കിലും സേഫ്റ്റി ആയിട്ട്? സേഫ്റ്റിക്കൊന്നും കാര്യം ചെയ്യാൻ വിമാന കമ്പനി അനുവദിക്കുകയല്ലോ. അതാണ്. തോക്ക്, പീരങ്കി, കത്തി, കൊടുവാള ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സോളോ ആയിട്ട് ട്രിപ്പ് ചെയ്യുന്നതാണ് ഞങ്ങൾ കാണാറുള്ളത്. എന്തുകൊണ്ടാണ് സാർ കൂട്ടുകാരെ കൂട്ടി സാർ യാത്ര ചെയ്യാത്തത്? എൻ്റെ പണിയൊന്നും നടക്കില്ല അത്ര തന്നെ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഞാൻ ആസ്വദിക്കാൻ പോകുന്ന ഒരു യാത്രയല്ലല്ലോ. സഞ്ചാരം ചിത്രീകരിക്കുക, സഞ്ചാരിയുടെ എയർക്കുറിപ്പിനുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ഇതാണ് എൻ്റെ യാത്രയുടെ ഉദ്ദേശം. ഞാനൊരു ഉല്ലാസയാത്രക്കാരനല്ല, എൻ്റെ പ്രൊഫഷനാണത്. നിങ്ങൾ ആരാണ് പ്രൊഫഷന് പോകുമ്പോൾ 2 പേരെ കൂടെ കൊണ്ടുപോകുന്നത്? ഒരു ഡോക്ടറാണെങ്കിൽ അങ്ങനെ ഒരു സർജറിക്ക് കയറുമ്പോൾ ഭാര്യയും കൂടെ കൂട്ടുമോ? കൂട്ടുകാരെയും കൂടെ വട്ടത്തിൽ നിർത്തുമോ? ഞാനിങ്ങനെ ലോകയാത്ര നടത്തുകയാണെന്നും സഞ്ചാരം അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പരിപാടി ഉണ്ടാക്കാൻ പോവാണെന്നും ഒക്കെ നാട്ടുകാർക്ക് എല്ലാം അറിയാം. കാരണം നമ്മുടെ വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. എല്ലാവരും അറിഞ്ഞ ഒരു സാധനത്തിൽ നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ചില പ്രണയങ്ങൾ പോലെയാ. നാട്ടുകാരെല്ലാം അറിഞ്ഞ പ്രണയത്തിൽ നിന്ന് 2 പേർക്കും പിന്മാറാൻ പറ്റില്ലല്ലോ. എന്നാലും ഒരു 1.5 വർഷത്തോളം സാറിനെ ഒന്ന് പിറകെ നടത്തിയെന്ന് ഞാനൊന്ന് അറിഞ്ഞു. എന്തുകൊണ്ടായിരിക്കും സാറേ? കാരണം ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള, മനസ്സിൽ നന്മകളുള്ള ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ചേച്ചി 2 അല്ലെങ്കിൽ ഒരു 1.5 വർഷമൊക്കെ പിറകെ നടത്തിച്ചത് എന്തായിരിക്കും സാർ? ഈ ഗുഡ് ലുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ സങ്കല്പം ഇത്രയൊക്കെ ഉള്ളോ? ഇത് ചോദിച്ച ഒരു കുഞ്ഞു കുട്ടിയാണ്. സാറിന്റെ പ്രോഗ്രാമിന് ഇന്ററാക്ഷൻ സെക്ഷനിൽ അവൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് സാർ ആ ഒരു സെൻസിൽ മാത്രം ഈ ചോദ്യം എടുത്താൽ മതി. സാർ, എന്തെങ്കിലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ? ഇനി പൊട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പൊട്ടിയാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അവിടെ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ അവൻ ചെയ്തോളും. ഇങ്ങനെ ലൈഫ് ത്രെട്ടനിങ് ഒരു കോള് വന്നാൽ സാർ എന്താ പറയുക അവരുടെ അടുത്ത്? ഫോൺ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ? ഇന്നേ വരെ ആരും അത് വിളിച്ചിട്ടില്ല, ഇനിയോട്ട് വിളിക്കാനും പോകുന്നില്ല. ധൈര്യമുള്ള ഓരോരുത്തരും അതിനൊന്നും ധൈര്യപ്പെടില്ല. പാത്രത്തിൽ പാഞ്ഞങ്ങ് കേറണ്ട, കച്ചുവെട്ടും കാലും വെട്ടും വേണ്ടി വന്ന ചങ്കും വെട്ടും. Subscribe now.